ഇപ്പോൾ 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിരിക്കുകയാണ്. 1 മണിക്കൂറും 15 മിനിറ്റും മാത്രമാണ് ഇനി പരസ്യ പ്രചാരണത്തിനായി അവശേഷിക്കുന്ന സമയം. നമുക്ക് ഓരോ ക്യാമ്പുകളിലേക്കായി വളരെ പെട്ടെന്നൊന്ന് പോകാം. അല്ലമീൻ, UDF ക്യാമ്പിലെ പ്രചാരണം ഇപ്പോൾ എവിടെ എത്തി? എത്രത്തോളം കളർഫുള്ളായി? കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് വലിയ ആൾക്കൂട്ടത്തെ മറികടന്നുകൊണ്ടാണ് UDFന്റെ റോഡ് ഷോ ഇപ്പോൾ ഓരോ വഴികളിലും പിന്നിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അല്പസമയത്തിനകം അത് സ്റ്റേഡിയം റോഡിലേക്ക് എത്തുകയും ചെയ്യും. പിഷാരടിയുണ്ട്, ഒപ്പം ഷാഫി പറമ്പിലുണ്ട്, മുനവറലി തങ്ങളുണ്ട്, സന്ദീപ് വാര്യരുണ്ട്, PC വിശ്വനാഥ് ഉണ്ട്. അങ്ങനെ നേതാക്കളുടെ വലിയ നിര ഈ റോഡ് ഷോയിൽ അണിനിരക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരും വലിയ ആവേശത്തിലാണ്. ഈ പ്രവർത്തകർ മാത്രമല്ല, കടന്നു വരുന്ന വഴികളിലൊക്കെ നിരവധി ആളുകൾ കാത്തു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ ശബ്ദ ബഹളങ്ങളോടെ ആവേശത്തോടെ തന്നെയാണ് സ്ഥാനാർത്ഥിയെ ഇപ്പോൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. മേപ്പറമ്പ് പിന്നിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1.5 മാസം കണ്ട കാടിളക്കിയുള്ള പ്രചരണം അതിന്റെ ഉച്ചസ്ഥായിയിലുള്ള മറ്റൊരു വെർഷനാണ് ഇപ്പോൾ കലാശക്കൊട്ടിൽ UDF ക്യാമ്പ് സജ്ജീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ കിട്ടാത്തതിന്റെ സങ്കടത്തിലാണ് CPM-കാർ. സന്ദീപ് വാര്യരെ നഷ്ടപ്പെട്ട സങ്കടത്തിലാണ് BJP-കാർ. കിട്ടിയ സന്തോഷത്തിലാണ് ഞങ്ങൾ. അത് ഏറ്റവും അവസാനത്തെ ലാപ്പാണ്. ഇനിയും മണിക്കൂറുകൾ കാത്തിരിക്കുകയാണ്. ഇനിയും പലതും സംഭവിക്കും. സന്ദീപ് വാര്യരെ വേണ്ടാത്തത് കൊണ്ട് ഒഴിവാക്കിയെന്നാ പറയുന്നത് ദോഷം അല്ല, അത് കഴിഞ്ഞ അറിയാലോ, ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന്. സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറഞ്ഞ ആരാ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാ. ഈ അടുത്ത കാലത്ത് CPM-ന്റെ ഒരു അഭിപ്രായത്തിനോട് എനിക്ക് യോജിപ്പ് തോന്നിയത് ഈ ഒരു അഭിപ്രായത്തിലാണ്. സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് AK ബാലനും MB രാജേഷും പറഞ്ഞു വെച്ചത് നിങ്ങളോടാണ്, ഞങ്ങളോടല്ല. RSS ബന്ധം ഇപ്പോഴും സന്ദീപ് വാര്യർ ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് ഇപ്പം ഇന്നും AK ബാലൻ പറഞ്ഞത്. അല്ല, അത് AK ബാലൻ പണ്ട് കോൺഗ്രസ് ബന്ധം ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നത് തുല്യമാണ്. പഴയ കോൺഗ്രസ്സുകാരനാണല്ലോ AK ബാലൻ. അപ്പോൾ ഇപ്പോഴും കോൺഗ്രസിൻ്റെ മനസ്സ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ അദ്ദേഹത്തിന് സംശയം തോന്നുന്നത്. സന്ദീപ് വാര്യർ നിലപാടുകളെ വളരെ വ്യക്തമായി പൊതുസമൂഹത്തിൽ പ്രഖ്യാപിച്ചാണ് കോൺഗ്രസിലേക്ക് ചേർന്നത്. വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ കടയിൽ നിന്നും സ്നേഹത്തിൻ്റെ പൂക്കടയിലേക്കാണ്, രാഹുൽ ഗാന്ധിയുടെ കീഴിലേക്കാണ് വന്ന് പഴയ എല്ലാ സിദ്ധാന്തങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് വന്നതെന്ന് വ്യക്തമായിട്ടാണ് കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ളത്. എന്താണ് ഇവിടെ ആരൊക്കെ തമ്മിലാണ് മത്സരം പാലക്കാട്? ഒരു സംശയമില്ലല്ലോ. കഴിഞ്ഞ 3 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ LDF 3-ാം സ്ഥാനത്താണ്. അപ്പോൾ ആരുമായിട്ടാണ് മത്സരം? ചോദിക്കേണ്ട കാര്യമുണ്ടോ? BJP-യും UDF-ഉം തമ്മിലാണ് പ്രധാന മത്സരം. MB രാജേഷ് പറയുന്നത് നേരെ തിരിച്ചാണെന്നാണ്. UDF-ഉം BJP ചിത്രത്തിലല്ല, UDF-ഉം അതുപോലെ LDF-ഉം തമ്മിലാണ് മത്സരം. അല്ല, MB രാജേഷ് 2019 ഇലക്ഷനിൽ ജയിക്കുമെന്ന് വിചാരിച്ച് ജയിക്കാനുള്ള പാട്ടും പടക്കവും തയ്യാറാക്കിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം എത്ര ഉണ്ട് നിങ്ങൾ ആലോചിച്ചാൽ പോരെ. എത്ര ഭൂരിപക്ഷം ഉണ്ടാവും ആൽമാങ്കൂട്ടത്തിൽ? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ കിട്ടിയതിനേക്കാളും എനിക്ക് 9700 വോട്ടിൻ്റെ ഭൂരിപക്ഷം 5 മാസം മുമ്പ് നടന്ന പാർലമെൻറ്റ് ഇലക്ഷൻ ഉണ്ടായത്. അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം, അതായത് ഒരു 15000 വോട്ടിൻ്റെ ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടാവും.